ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മറ്റൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാരിയും ഷോളും ഉപയോഗിച്ച് ദാവണി സ്റ്റൈലിൽ എങ്ങനെ സാരി ഉടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ കുറച്ച് ഏജ് കുറഞ്ഞ ആൾക്കാർക്കാണ്. നമുക്ക് ഫംഗ്ഷനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യുക എന്ന് നമുക്ക് നോക്കിയാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എപ്പോഴും നമ്മൾ ഒരേ സ്റ്റൈല് സാരി ഡ്രേപ്പിംഗിലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സാരികൾ, നല്ല ഭംഗിയുള്ള ഷോളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് രീതിയിൽ സ്റ്റൈൽ ചെയ്ത് നമുക്ക് ഫംഗ്ഷൻ ഒന്ന് വെറൈറ്റി ആകാം. നമുക്ക് ഈ ഓണം സെലിബ്രേഷനൊക്കെ ഈ ഒരു സാരി ഡ്രേപ്പിംഗ് ഭയങ്കര യൂസ്ഫുൾ ആകും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ ചാനലിന്റെ വിജയം എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഈ ഒരു ബ്ലാക്ക് സാരിയാണ് ഉടുക്കുന്നത്. ഇതിന്റെ താഴ്ഭാഗത്താണെങ്കിൽ വലിയ ബോർഡർ ആണ്, വലിയൊരു കസവാണ്. ഈ കസവിനോടൊപ്പം തന്നെ ഒരു റെഡിഷ് ആയിട്ടുള്ള കരയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേൽഭാഗം കുഞ്ഞു ബോർഡർ ആണ്. ഈ ഒരു വലിയ കസവായത് കൊണ്ട് നമുക്ക് ഹാഫ് സാരി മോഡലില് നല്ലൊരു സ്കർട്ട് മോഡലായിട്ട് നല്ല ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു റെഡ് ഷോളാണ്. നിങ്ങൾക്കറിയാം ഈ ഷോൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ആണ്. അപ്പോൾ ഈ ബ്ലാക്കും റെഡും കൂടി പെയർ ചെയ്ത് എങ്ങനത്തെ ഒരു ലുക്കാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോഴാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഇതേ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ആണ്. ഇത് നല്ലൊരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. ഇതിന്റെ ബാക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാ സ്കർട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി കിട്ടുന്നത്. കാരണം നമ്മളൊരു സ്കർട്ട് മോഡലല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാ സ്കർട്ട് ആകുമ്പോൾ കുറച്ചൊന്ന് വിടർന്നിരിക്കും. അതുകൊണ്ട് ഈ നോർമൽ സ്കർട്ട് യൂസ് ചെയ്യുക മാക്സിമം. നെക്സ്റ്റ് നമുക്ക് സാരി എടുത്ത് നോക്കാം. ഈ ഒരു ടൈപ്പ് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മുന്താണിയാണ് ഉള്ളതെങ്കിൽ ഫസ്റ്റ് മുന്താണി ടക്കിങ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിലാണെങ്കിലും മുന്താണി സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ താഴെ വലിയ ബോർഡറും വരുന്നത് കൊണ്ട് ഞാൻ സാധാ സാരി ഉടുക്കുന്ന മോഡലിലാണ് ഇത് ഫസ്റ്റ് ടക്കിങ് ചെയ്യുന്നത്. ഇത് നമ്മളിവിടെ സാരി ടക്കിങ് ചെയ്യണേ. എപ്പോഴും സാരി ചുറ്റിച്ച് വരുന്നേക്കാളും നമ്മളൊന്ന് ചുറ്റി വരുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നടക്കുമല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഞൊറി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫുൾ നമ്മൾ ഞൊറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പോർഷനില്ലേ, ഇതിനെങ്ങനെ അകത്തോട്ട് മടക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് അകത്തോട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മടക്ക് നമ്മൾ നിവർന്ന് പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യാം. നമുക്ക് ഈ പിന്ന് കടിക്കുന്ന ശീലം മിക്കവാറും എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്, എനിക്കും ഉണ്ട്. ഈ ഭാഗം ഇങ്ങനെ വെച്ച് നമ്മൾ അകത്തോട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ ഞൊറിയും പോലെ ഒന്ന് ഞൊറിയാം. ഇതിൽ ഈ ഒരു കുഞ്ഞു വര മാത്രമേ ഉള്ളൂ മുന്താണിയിൽ. അപ്പൊ ഇത് ഫ്രണ്ടിൽ വരാൻ കണക്കാക്കിയാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. തീരെ കുഞ്ഞു ഞൊറി വേണ്ട, അത്യാവശ്യം നമ്മൾ സാരിക്ക് പിടിക്കുമല്ലോ അതുപോലത്തെ ഞൊറി പിടിക്കുക. എന്താ ഞൊറി പിടിച്ചിട്ടും തീരുന്നില്ലേ? ഒരു സാരി ഫുൾ ഞൊറിയണ്ടേ, അപ്പോൾ ഇത് തന്നെ ബുദ്ധിമുട്ട്. ഈ സാരിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നമ്മൾ സാരി മേടിക്കുമ്പോഴേ ചില സാരി ലെങ്ത് കുറവായിരിക്കും, ചില സാരി അത്യാവശ്യം നല്ല ലെങ്ത് കാണും. ഇതിപ്പോൾ ഞൊറി പിടിക്കുമ്പോൾ നിങ്ങളത് അടുക്കി പിടിക്കാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് നമ്മൾ ആദ്യം ഒന്ന് ഞൊറി പിടിച്ചെടുത്താൽ മതിയേ. ഇവിടെ ഞൊറി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞൊറി അടുക്കി എടുക്കണം. ഞൊറി അടുക്കി എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്നിന് മേളിൽ ഒന്നായി പിടിക്കാതെ ഒരു ഞൊറിയുടെ മേളിൽ അല്പം മാറ്റി അടുത്ത ഞൊറി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് അടുക്കി എടുക്കുക. ഇത്രയും ഞൊറി അടുക്കിയെടുക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്, കാരണം ഒത്തിരി ഞൊറി വരുന്നുണ്ടല്ലോ. ഈ ഒരു പാറ്റേണിലാണ് ഞൊറി വരുന്നത്. ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്യാൻ വലിയ പിന്നാണ് യൂസ് ചെയ്യേണ്ടത്.
കാരണം എങ്കിൽ മാത്രമേ നമുക്ക് പിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം ഹെവിയാണ്. ഇതിന് നമ്മൾ ടക്കിങ് ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത ജോലി. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാരി ആയതുകൊണ്ട് നമുക്ക് സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ നല്ല ഫ്ലോയിൽ കിടക്കും. അപ്പൊ നമുക്കതൊരു ഭംഗി കിട്ടും. ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ ഇതിന്റെ ഞൊറിയൊക്കെ ഒന്ന് അയൺ ചെയ്തതിന് ശേഷം ഉടുത്തു കഴിഞ്ഞാൽ അതുപോലെ നിൽക്കും. അല്ലെങ്കിൽ ഇതിന്റെ ഞൊറി മാറിയിട്ട് അത്രത്തോളം ഭംഗി കിട്ടത്തില്ല. ഇതിനെ ഒന്ന് അയൺ ചെയ്യാൻ പോവുകയാണേ. അപ്പൊ അയൺ ചെയ്തിട്ട് വന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം. ഇതിപ്പോ സാരി ഞാൻ അയൺ ചെയ്തിട്ടുണ്ട്. അയൺ ചെയ്തത് കൊണ്ട് ഈ പ്ലീറ്റൊക്കെ കണ്ടോ നല്ല ഒരു ഒന്ന് ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ആദ്യം കൊടുത്തതുപോലെ തന്നെ ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇത് ടക്കിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഷോള് സെറ്റ് ചെയ്യണം. അതായത് ജസ്റ്റ് ഞാൻ ഷോൾ എടുത്തിട്ടുണ്ട്. ഈ ഷോള് നമ്മൾ സാരിയുടെ ലെങ്ത് ഉണ്ടല്ലോ അതുപോലെ വരത്തക്ക രീതിയിൽ ഇടുപ്പിലോട്ടൊന്ന് കയറ്റി കുത്തണേ. നമ്മുടെ പൊക്കിൾ ഭാഗത്തുനിന്ന് അകത്തോട്ട് കയറ്റി ഒന്ന് ജസ്റ്റ് ടക്കിങ് ചെയ്യണേ. ഇനി ഇതിങ്ങനെ ടക്കിങ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പുറത്തൂടെയാണ് ഈ ഒരു ഞൊറി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ ഞൊറി സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒന്നിന് മേലെ ഒന്നായിട്ടാണ് വച്ചേക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് വിടർത്തിയിട്ട് അത് ഉള്ളിലോട്ട് ടക്കിങ് ചെയ്യുക. ഇനി ഇത് നമ്മൾ സാധാ ഞൊറി എടുക്കും പോലെ ഈ ഷോളിനെ നമുക്കൊന്ന് ഞൊറി എടുക്കാവേ. നല്ല കുഞ്ഞു ഞൊറി എടുക്കുക. നല്ല ചെറിയ ഞൊറി എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഭംഗി കിട്ടുവേ. ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. ഈ ലൈൻ നോക്കി പിടിക്കുക. അപ്പോൾ അത്യാവശ്യം എളുപ്പത്തിന് നമുക്ക് കാര്യം സെറ്റാക്കാം. ഇതിപ്പോൾ നമ്മുടെ പുറകിലുള്ള ലെങ്ത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പിൻ ചെയ്യാം. ഇത് നമ്മളിങ്ങനെ സാരി ഉടുക്കുമ്പോൾ നമ്മളിവിടെ വിടർത്തി ഉടുക്കുന്നതിനേക്കാൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെൻറ്റർ പോർഷനിൽ കൂടെ ഞൊറി കൊടുക്കുമ്പോൾ കുറച്ചൊരു സ്പെഷ്യൽ ലുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ വയറിൻ്റെ ഭാഗം ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് ജസ്റ്റ് ഒന്ന് പിന്ന് വെച്ച് ക്ലിയർ ആക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ലാസ്റ്റ് ഞൊറി നമ്മളിങ്ങനെ അകത്തോട്ട് പിടിച്ച് ഇവിടെ ബ്ലൗസിനോട് ചേർത്തൊരു പിന്ന് വയ്ക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഞൊറിയും വലിച്ച് ഇവിടെ ഒരു പിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് താഴ്ന്നു പോകാതിരിക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്ക് ഈ ഒരു സാരി ഡ്രൈപ്പിൽ ഇപ്പോൾ എസ്പെഷ്യലി പറയാനുള്ളത്, ഞാനിതിൽ ഫ്രണ്ട് ഹുക്കുള്ള ബ്ലൗസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ കയ്യിൽ ഈ ഒരു ബ്ലൗസേ ഉള്ളൂ ഇതിന് മാച്ച് ചെയ്തിട്ട്. പക്ഷേ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ഓപ്പൺ ബ്ലൗസും ഇട്ടിട്ട് ജസ്റ്റ് ബ്ലൗസിന് കുറച്ചുകൂടെ ഒരു ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോൾ ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ സാരി ലുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.